പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ലീഡ് നമ്മളൊന്ന് പരിശോധിച്ചാൽ മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമവും ദ ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്ത തരൂരുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര സംഘർഷമാണ്. ഒറ്റപ്പെട്ട് തരൂർ എന്നാണ് മലയാള മനോരമ അതിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. വിവാദം പാർട്ടി ലൈൻ ഓർമ്മിപ്പിച്ച് കെ സുധാകരനും അമർഷം വ്യക്തമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ്. തരൂരിന് രൂക്ഷ വിമർശനവുമായി പാർട്ടി മുഖപത്രം എന്നാണ്. ഒരു കാർട്ടൂൺ കൂടെ കൊടുത്തിട്ടുണ്ട്. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോൾ കെ സുധാകരൻ നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കാമെന്ന് സമ്മതിച്ചു എന്നാണ്. ഇന്നലെ കെ സുധാകരൻ ശശി തരൂരിനെ കണ്ടതിനു ശേഷം, വിളിച്ചു പറഞ്ഞതിന് ശേഷം, ഫോൺ ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട്, ആ ഉപദേശത്തിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് പത്രം ഇന്നിപ്പോൾ കാർട്ടൂണായി നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ നരഭോജി പോസ്റ്റർ തരൂർ പിൻവലിച്ചതും വലിയ വാർത്തയും വിവാദവുമാവുന്നതും നമ്മൾ കണ്ടു. KSUവിൻ്റെ പോസ്റ്ററുകൾ ശശി തരൂരിൻ്റെ ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും കണ്ടു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചരമവാർഷികത്തിൽ CPM-നെതിരെ പരാമർശമടങ്ങിയ കോൺഗ്രസിന്റെ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ശശി തരൂർ പിന്നാലെ അത് പിൻവലിച്ചു. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന പോസ്റ്ററാണ് പിൻവലിച്ചത് ശശി തരൂർ. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയത്തെയും മോദി ട്രംപ് കൂടിക്കാഴ്ചയും പ്രകീർത്തിച്ച് വിവാദത്തിലായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ KPCC പ്രസിഡന്റ് കെ സുധാകരനും കൈവിട്ടു എന്നാണ് മലയാള മനോരമ ഒരു തലക്കെട്ടായി പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. മനോരമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചി വിമാനത്താവളത്തിനടുത്ത് പുതിയ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. എസ്റ്റിമേറ്റിന് ഉടൻ അംഗീകാരം, 1 വർഷത്തിനകം പൂർത്തിയാകും. കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിലായിരിക്കും റെയിൽവേ സ്റ്റേഷൻ വരാൻ പോവുക. കൊച്ചി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ വരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 19 കോടി രൂപയാണ് ചെലവ്. ഇതിന് ഉടൻ അംഗീകാരമാകുന്നതോടെ കരാർ ക്ഷണിച്ച് 1 വർഷത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെ 2010 നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷന് തറക്കിട്ടിരുന്നുവെങ്കിലും പദ്ധതി മുന്നോട്ട് പോയിരുന്നില്ല. ബെന്നി ബെഹനാൻ MP ഈയിടെയും ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു. പുതിയ രൂപരേഖയിൽ സ്റ്റേഷന്റെ സ്ഥാനം സോളാർ പാടത്തിന്റെ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യവുമാണ് എന്നാണ്. അത്താണി ജംഗ്ഷൻ എയർപോർട്ടിലെ റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം തുടങ്ങുക. 24 കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന 2 പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും. 2 വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ട്രെയിനുകൾക്കും ഉൾപ്പെടെയുള്ളവർക്കും സ്റ്റോപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും നെടുമ്പാശ്ശേരിയിൽ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ വരാനുള്ള സാധ്യത തെളിയുന്നു എന്നാണ് പത്രം പറയുന്നത്. ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി, വിവേക് ജോഷി തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി. സെലക്ഷൻ പ്രക്രിയയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പിനിടെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി CEC ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചു. നിലവിലെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ സീനിയറാണ് ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാറിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഹരിയാന കേഡർ IAS ഉദ്യോഗസ്ഥനും ഹരിയാന ചീഫ് സെക്രട്ടറിയുമായി വിവേക് ജോഷിയെയും നിയമിച്ചു എന്ന വാർത്തയും മലയാള മനോരമ ആദ്യ പേജിൽ നൽകുന്നു. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ തരൂരിൽ തളരില്ല എന്ന തലക്കെട്ടിൽ തരൂരിന്റെ വാർത്ത ആദ്യ പേജിലുണ്ട്. അതോടൊപ്പം ക്ഷാമം എന്ന തലക്കെട്ടിൽ ഒരു വാർത്ത മാതൃഭൂമിയുടെ ലീഡ് വാർത്തയായിട്ടുണ്ട്. തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ കൊടുക്കാനുള്ളത് 2011 കോടി രൂപയാണ്. തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ കീഴിൽ ആനുകൂല്യം കാത്ത ആയിരങ്ങൾ. 11 ബോർഡുകൾ 2011.59 കോടിയാണ് നൽകാനുള്ളത്. 16 ക്ഷേമ ബോർഡുകളാണ് തൊഴിൽ വകുപ്പിന് കീഴിലുള്ളത്. പെൻഷൻ ഇനത്തിലാണ് വലിയ കുടിശ്ശിക. 44 മാസത്തെ ആനുകൂല്യമാണ് തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്ന് കിട്ടാനുള്ളത്. പ്രസവകാല സഹായം, വിവാഹ സഹായം എന്നിവ 6 മാസം മുതൽ 1 വർഷം വരെ മുടങ്ങിയ ക്ഷേമ ബോർഡുകളുമുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡാണ് ഏറ്റവും വലിയ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എത്രയാണെന്നറിയാമോ? 1392 കോടി രൂപ. എന്താണ് ക്ഷേമനിധി ബോർഡ്? അങ്ങോട്ട് പൈസ അടച്ച്, അതായത് നമ്മളുടെ വിഹിതം അങ്ങോട്ട് സംഭാവന നൽകിയാണ് ക്ഷേമനിധി ബോർഡ് രൂപവൽക്കരിച്ചിരിക്കുന്നത്. ആ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പണം കിട്ടാത്തത് കൊണ്ട് മറ്റു സാമൂഹ്യക്ഷേമ പെൻഷനും ഇവർക്ക് കിട്ടില്ല. അവർ ദുരിതത്തിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് പല തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾ. 60 സ്റ്റേഷനുകളിൽ AI സുരക്ഷ വരാൻ പോകുന്നു. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ സംവിധാനങ്ങളുമായി റെയിൽവേ. തിരക്കേറിയ 60 സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ നീക്കം ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനുമായി നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും. ന്യൂഡൽഹി, പട്ന, സൂററ്റ്, ബംഗളൂരു, കോയമ്പത്തൂർ അടക്കമുള്ള സ്റ്റേഷനുകളിലാണിത്. കൂടാതെ എല്ലാ സ്റ്റേഷനുകളിലും ഉത്സവകാലങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കും എന്ന് പറയുന്നു. അതിന് 18 പേരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു നമുക്കെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ക്ഷമയോടെ കേരളം. രഞ്ജി ട്രോഫിയിൽ കേരളം മികച്ച സ്കോറിലേക്കാണ്. 4-ന് 206 റൺസ് എന്ന നിലയിലാണ് നമ്മൾ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം ക്ഷമയോടെ ബാറ്റിംഗ് തുടരുന്നു. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ കേരളം 4 വിക്കറ്റിന് 206 റൺസിലെത്തി. ക്യാപ്റ്റൻ സച്ചിൻ ബേബി 69 റൺസുമായി ഇപ്പോഴും നോട്ടൌട്ടായി ക്രീസിൽ തന്നെയുണ്ട്.
ഒപ്പം 500 ദിനം പിന്നിട്ട ഗാസ യുദ്ധത്തിൽ തകർന്ന ജബലിയ നഗരത്തിന്റെ ചിത്രം കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അസോസിയേറ്റ് പ്രസിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമം പത്രത്തിന്റെ പ്രധാനപ്പെട്ട ലീഡ് ഇന്ന് തെരൂരാണോ എന്ന് നമുക്ക് നോക്കാം. അല്ല, സുപ്രീം കോടതിയെ ധിക്കരിച്ച് പള്ളി പൊളിച്ചു. UP സർക്കാരിന് കോടതി അലക്ഷ്യ നോട്ടീസ്. നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കകം ബോധിപ്പിക്കണം. എവിടെയാണ്? സുപ്രീം കോടതി വിധി ധിക്കരിച്ച് കുഷിനഗർ മദനി മസ്ജിദ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചതിന് പിന്നാലെ കോടതി ലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട ഹർജിയിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ്. ഇനി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഇടിച്ചു നിരത്തുന്നതിൽ നിന്ന് കോടതി അധികൃതരെ വിലക്കി. കോടതി ലക്ഷ്യത്തിന് നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കകം ബോധിപ്പിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് UP സർക്കാരിനുള്ള നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിർമ്മിച്ചതായിരുന്നു പള്ളിയെന്ന് ഹർജിക്കാർ ബോധിപ്പിച്ചതായി സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതി ലക്ഷ്യ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയെ ധിക്കരിച്ച് പള്ളി പൊളിച്ചതിലാണ് കുഷിനഗറിലെ മദനി മസ്ജിദ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചതിനാണ് ഉത്തർപ്രദേശ് സർക്കാരിന് കോടതി ലക്ഷ്യ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഈ കുഷിനഗറിലെ മദനി മസ്ജിദാണ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചത്. ഡൽഹിയിൽ ഭൂചലനം എന്ന വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട തലക്കെട്ട് സതീശൻ്റേത് കേരള വിരുദ്ധത എന്ന തലക്കെട്ടിൽ ആണ് ദേശാഭിമാനി വാർത്ത ലീഡ് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ നുണകൾ പൊളിച്ച് P. രാജീവ്. രേഖകളും കണക്കുകളും വെച്ച് മന്ത്രിയുടെ മറുപടി. കേരളം തെറ്റാണെന്ന് വാദിക്കുന്നവർ പെരുമാറുന്നത് സംസ്ഥാനത്തിന്റെ ശത്രുക്കളെ പോലെയാണ് എന്നാണ്. കേരള വിരുദ്ധ പരാമർശങ്ങൾ ഭാവി തലമുറയ്ക്കെതിരായ നീക്കമാണ് എന്നുകൂടി P. രാജീവ് പറയുന്നു. കേരളത്തിന്റെ വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ നുണകൾ പൊളിച്ച് വ്യവസായ മന്ത്രി P. രാജീവ് എന്നാണ് ദേശാഭിമാനി പത്രം പറയുന്നത്. നിക്ഷേപം നേരെ GDP-യിൽ പ്രതിഫലിക്കില്ല. സർക്കാർ അവകാശപ്പെട്ടത്ര അത്രയും നിക്ഷേപം വന്നാൽ GDP-യിൽ പ്രതിഫലിക്കില്ലേ എന്നാണ് സതീശന്റെ ചോദ്യം. 126.35 കോടിയുടെ നിക്ഷേപം കേരളത്തിലുണ്ടായി. 3,44,850 സംരംഭങ്ങളുണ്ടായി. നിക്ഷേപം നേരെ GDP-യിൽ പ്രതിഫലിക്കില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. അത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വവുമാണ്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ 9.2% സ്ഥലമുണ്ട്. 9.7% അവർ GDP-ക്ക് സംഭാവന നൽകുന്നത്. 4.9% സ്ഥലമുള്ള കർണാടകം 8.2%, 3.9% സ്ഥലമുള്ള തമിഴ്നാട് 8.9%, 1.18% സ്ഥലമുള്ള കേരളം 3.8%മാണ് GDP സംഭാവന നൽകുന്നത് എന്ന് പറയുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് മെച്ചപ്പെട്ടപ്പോൾ നിലപാട് മാറ്റി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എടുത്താൽ ഇന്ത്യയിൽ സംരംഭമായി പരിഗണിക്കുന്നത് മാത്രമാണ് കേരളവും പരിഗണിക്കുന്നത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് പുതിയ സംരംഭങ്ങളുടെ കാര്യമാണ്. മുമ്പ് 15ാം റാങ്കായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇതല്ലായിരുന്നു എന്നുകൂടി P. രാജീവ് പറയുന്നുണ്ട്. വിശദമായ ഒരു പത്രസമ്മേളനമാണ് ഇന്നലെ P. രാജീവ് നടത്തിയത്. പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ഉടനീളം. US-ൽ നിന്ന് ഇന്ത്യക്കാരുമായി 3ാം വിമാനം അപമാനച്ചങ്ങല എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒളിപ്പിച്ചു കടത്തൽ എന്നുകൂടി പത്രം പറയുന്നു. മാധ്യമങ്ങളോട് മിണ്ടാൻ വിലക്ക്. വിമാനത്താവളത്തിൽ നിറക്കിയതും വീടുകളിൽ എത്തിച്ചതും രഹസ്യമായാണ്. കൈകാലുകൾ ചങ്ങലയിട്ട് മതിയായ സൗകര്യമില്ലാത്ത സൈനിക വിമാനത്തിൽ അമേരിക്ക 3ാം ഘട്ടത്തിൽ നടതള്ളിയ 112 ഇന്ത്യൻ പൗരരെ ഞായറാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ പുറത്തെത്തിച്ചത് 7 മണിക്കൂറിന് ശേഷമാണ് എന്ന് പത്രം പറയുന്നു. CATU പ്രവർത്തകന്റെ അരുംകൊല 8 RSSകാർ പിടിയിലെന്നാണ് ദേശാഭിമാനി പറയുന്നത്. പക്ഷേ പോലീസ് അങ്ങനെ പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ഗണേഷ് കുമാർ നെയ്മഡ് CEC ആഫ്റ്റർ പാനൽ മീറ്റിംഗ് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. കേരള കേഡർ ഉദ്യോഗസ്ഥനായിരുന്നു ഗണേഷ് കുമാർ. ഹരിയാന ചീഫ് സെക്രട്ടറി വിവേക് ജോഷി അപ്പോയിന്റഡ് ഇലക്ഷൻ കമ്മീഷണർ. കോൺഗ്രസ് ഹാഡ് സോട്ട് അഡ്ജേൺമെന്റ് ഓഫ് മീറ്റ് ഓഫ് ഈ തെരഞ്ഞെടുപ്പ് നീട്ടണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ ലെഡ് പാനൽ as top court is set to hear challenge to new law tomorrow. പുതിയ നിയമത്തിൽ, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ സുപ്രീം കോടതി വിധി പറയാനിരിക്കെ ഇപ്പോൾ ഗണേഷ് കുമാറിനെ തെരഞ്ഞെടുക്കേണ്ടതില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അത് തള്ളിയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുമാനിച്ചിരിക്കുന്നത്. പ്ലേസസ് ഓഫ് വർഷിപ്പ് കേസ് പുട്ട് ഓഫ്, സെന്റർ 82 ഫയൽ റെസ്പോൺസ്. സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് വർഷിപ്പ് കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ 1991 വർഷിപ്പ് നിയമപ്രകാരം എങ്ങനെയാണോ ആരാധനാലയങ്ങൾ 1947 ഉണ്ടായിരുന്നത് ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നാണ്. അതാണ് ഇപ്പോൾ പലയിടങ്ങളിലും ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ തുടർന്ന് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലാണ് ഈ കേസ് വരുന്നത്.